ഈ കഥ തുടങ്ങുന്നത് കർണാടകയിൽ ഒരു ക്ലാസ് റൂമിൽ നിന്നാണ്. ടീച്ചർ വന്ന് കുട്ടികളോടായിട്ട് ചോദിക്കുകയാണ്, വലുതാവുമ്പോൾ നിങ്ങൾക്ക് ആരാവണം എന്ന്. ഡോക്ടർ, എഞ്ചിനീയർ, ബഹിരാകാശ സഞ്ചാരി, ടീച്ചർ, അങ്ങനെ ഒരുപാട് വ്യത്യസ്ത ഉത്തരങ്ങൾ വരുന്നതിനിടയിലാണ് ആ കുട്ടി എഴുന്നേറ്റ് നിന്ന് പറയുന്നത്, എനിക്ക് വലുതാവുമ്പോൾ ഒരു ഹീറോ ആകണം എന്ന്. കേട്ടപ്പോൾ കുട്ടികളും ഒപ്പം ആ ടീച്ചറും പൊട്ടിച്ചിരിച്ചു. പക്ഷെ ആ പൊട്ടിച്ചിരിക്ക് അവനെ തളർത്താനായില്ല. അവൻ എന്നും വലുതാവുമ്പോൾ ഹീറോ ആവുന്നതിനെ കുറിച്ച് തന്നെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. എന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ഡിഡ് ഹി ഗിവ് അപ്പ്? നോ, നെവർ. ഹീറോ ആവാൻ ഇറങ്ങിത്തിരിച്ച അയാൾ ഇന്ന് ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറാണ്. പേര് നവീൻ കുമാർ ഗൗഡ. പക്ഷെ അദ്ദേഹം അറിയപ്പെട്ടത് മുഴുവൻ തൻ്റെ സ്റ്റേജ് നെയിമായ ഈ 4 അക്ഷരങ്ങളിലാണ്: YASH, യഷ്. വലുതാവുമ്പോൾ ഒരു ഹീറോ ആകും എന്ന് കുട്ടിക്കാലത്ത് തന്നെ അവൻ ഉറച്ചു വിശ്വസിച്ചു. അത് നേടുന്നത് എത്രത്തോളം ഡിഫിക്കൽട്ടാണെന്നോ അതിന് എത്രത്തോളം ഡെഡിക്കേഷൻ വേണമെന്നോ ഒന്നും അവൻ അറിയില്ലായിരുന്നു. ഹീറോ ആവണം എന്നത് മാത്രമായിരുന്നു മനസ്സിലാഗ്രഹം. പക്ഷെ അവൻ്റെ ആ വിദൂര സ്വപ്നത്തിന് രക്ഷിതാക്കൾ എതിരായിരുന്നു. തങ്ങളുടെ മകൻ ഒരു കോളേജിൽ ചേർന്ന് എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി നേടണം എന്നത് മാത്രമായിരുന്നു അവരുടെ ആഗ്രഹം. അങ്ങനെ ഒരുപാട് നാളത്തെ നിർബന്ധത്തിന് ശേഷം പാരൻസ് ഒരേ ഒരു ചാൻസ് നവീൻ കുമാർ ഗൗഡയ്ക്ക് നൽകുകയാണ്. ഉപാധികളോടെയുള്ള ഒരു അനുവാദം. സിനിമ തേടി പോകാം, പക്ഷെ ഒരിക്കലെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ പിന്നീട് ഒരു മടങ്ങിപ്പോക്ക് സിനിമയിലേക്ക് ഉണ്ടാവില്ല. അങ്ങനെ ആ ഒരു ഉറപ്പും നൽകി 2003 തൻ്റെ 16ാമത്തെ വയസ്സിൽ ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ മോഹിച്ച് കർണാടകയിലെ ഹസൻ എന്ന തൻ്റെ ഡിസ്ട്രിക്റ്റിൽ നിന്നും ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി 2 ദിവസം കഴിയുമ്പോഴേക്കും ആ സിനിമ പ്രൊജക്റ്റ് തന്നെ ക്യാൻസലായിപ്പോയി. കയ്യിൽ ബാക്കിയുള്ളത് വെറും 300 രൂപ മാത്രം. വീട്ടിലേക്ക് തിരിച്ചു പോകലല്ലാതെ മറ്റൊരു വഴിയും ഇല്ലാത്തൊരവസ്ഥ. പക്ഷേ തിരിച്ചു പോയാൽ തൻ്റെ സ്വപ്നമായ സിനിമ എന്നേക്കുമായി നഷ്ടപ്പെടും എന്നോർത്തപ്പോൾ ബംഗളൂരുവിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. അധികം താമസിയാതെ അവിടെയുള്ള ബെനഗ എന്ന ഡ്രാമ ട്രൂപ്പിൽ ജോയിൻ ചെയ്തു. ട്രൂപ്പിലുള്ള ആളുകൾക്ക് ചായ കൊടുത്തും സപ്പോർട്ട് ചെയ്തും അവൻ ബാക്ക് സ്റ്റേജിൽ ജോലി ചെയ്തു. ദിവസക്കൂലി 50 രൂപ. യഥാർത്ഥത്തിൽ ആ ട്രൂപ്പ് സ്ക്രാച്ചിൽ നിന്നും അവന് പിടിച്ചു കയറാനുള്ളൊരു പിടിവള്ളിയായിരുന്നു. പതിയെ ആ ട്രൂപ്പിൽ അവനൊരു ബാക്കപ്പ് ആക്ടറായിട്ട് മാറി. ഒരുപാട് പ്രാക്ടീസ് ചെയ്തപ്പോൾ മറ്റു വേഷങ്ങളും അവരെ തേടിയെത്തി. തിയേറ്റർ വേഷങ്ങൾ സീരിയൽ കഥാപാത്രങ്ങളിലേക്ക് വഴിയൊരുക്കി. സിനിമയിലേക്ക് എത്താൻ അധിക നാൾ വേണ്ടി വന്നില്ല. 2007 അയാൾ തൻ്റെ ആദ്യ സിനിമാ ചുവടുവയ്പ് നടത്തി. അന്ന് മുതൽ ഇന്നോളം സിനിമയിൽ ഒന്നിനു പിറകെ ഒന്നായി ചെറു ചുവടുവയ്പ്പുകൾ ഓരോന്നെടുത്തു വച്ച് യഷ് നടന്നു കയറിയത് ഒരു കന്നഡ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ മുൻനിര ഐക്കണുകളുടെ പട്ടികയിലേക്കാണ്. ബെനഗ ഡ്രാമ ട്രൂപ്പിൽ അയാൾ ഉയർത്തിയ ഓരോ കേട്ടനും, അയാൾ പ്രത്യക്ഷപ്പെട്ട ഓരോ ചെറു സ്ക്രീനും, അയാൾക്ക് കേൾക്കേണ്ടി വന്ന ഓരോ നോയും ഇന്ന് ലോകം ആരാധിക്കുന്ന ഒരു താരത്തിലേക്കുള്ള അയാളുടെ വളർച്ചയ്ക്ക് വളമേകി. അയാൾ ഭാഗ്യത്തിനു വേണ്ടി കാത്തുനിന്നില്ല, പകരം അയാൾ തന്നെ അത് പണിതെടുത്തു. ഇന്ന് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നേരെ ലോകം പൊട്ടിച്ചിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലെ കനലിനെ ആളിക്കത്തിക്കുന്ന കാറ്റായി മാറട്ടെ. യഷിനെ പോലെ ഇന്ന് ആരാരും കാണാതെ കേട്ടിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ കഥയും നാളെ വേദിയിൽ ആർപ്പുവിളികൾക്ക് സാക്ഷിയാവട്ടെ. ബിലീവ്, ബിഗിൻ, ബിക്കം. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.